പ്രിയപ്പെട്ടവരെ, ധിക്കാരികൾക്കെല്ലാം ഒരു സമയത്ത് പതനമുണ്ടാകുമെന്ന് നമ്മൾ ചരിത്രത്തിലൂടെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെറു രാഷ്ട്രങ്ങളെയെല്ലാം ഭീഷണിപ്പെടുത്തി തന്റെ ആവശ്യങ്ങൾ അവരെ കൊണ്ട് നിറവേറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിരന്തരമായ പരിപാടി. എന്നാൽ ഇറാന് മുന്നിൽ ഇത്തരം ഒരു ഭീഷണി ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയതോടുകൂടെ അപമാനത്തിന്റെ ആഴക്കടലിൽ മുങ്ങിക്കുളിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ് ലോകം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ഇറാഖിൽ നിന്ന് ഇതാ ശക്തമായ ആക്രമണം അമേരിക്കയെ കാത്തിരിക്കുകയാണ്. ഇറാഖിലുള്ള ഇറാന് സപ്പോർട്ട് ചെയ്യുന്ന അവിടെയുള്ള കതായിബ് സയ്യിദ് അഷുഹദ എന്നറിയപ്പെടുന്ന വിഭാഗം, ഇത് ഇറാഖിലുള്ള ഒരു മലീഷ്യയാണ്. ഈ വിഭാഗം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കുവൈത്തിൽ നിന്ന് ഇറാനെ ആക്രമിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടന്നാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ്. ഏതെങ്കിലും രീതിയിൽ ഇറാനെതിരെ കരയുദ്ധം നടത്താൻ അമേരിക്ക ശ്രമിച്ചാൽ ഇറാഖിലുള്ള ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ റെസിസ്റ്റന്റ് ഗ്രൂപ്പുകൾ കുവൈത്തിനെ ആക്രമിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനുശേഷം ഒരു മണിക്കൂർ മുമ്പ് ഇതാ വാർത്ത വരുന്നു, ട്രംപിന് ഇപ്പോൾ വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. ഇറാഖിലുള്ള ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന കതായിബ് സയ്യിദ് ഷുഹദ എന്നറിയപ്പെടുന്ന മലീഷ്യ ഗ്രൂപ്പ്, അവർ പറഞ്ഞിരിക്കുന്നത് കുവൈത്തിനെ ഉപയോഗപ്പെടുത്തി ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ കുവൈത്തിൽ ഞങ്ങൾ വേണ്ട പണിയെടുക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഭീഷണിക്ക് മുന്നിൽ US പകച്ചിരിക്കുകയാണ്, ട്രംപ് പകച്ചിരിക്കുകയാണ്. കാരണം ഈ ഗ്രൂപ്പുകളെ ഒന്നും അമേരിക്കക്കോ ഇസ്രയേലിനോ തുടച്ചു നീക്കാൻ കഴിയുകയില്ല. കാരണം ഇവരെല്ലാം ഭൂമിക്കടിയിലാണ്. നമുക്കറിയാം, 2 വർഷം തുടർച്ചയായി യുദ്ധം ചെയ്തിട്ട് ഗസയിലെ ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല. അതിന്റെ അപ്പുറം ഒരു വലിയ ആയുധങ്ങളൊന്നും അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ കൈകളില്ല എന്നത് വസ്തുതയാണ്. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അവരത് ഉപയോഗിക്കേണ്ട പല സമയങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ആണവായുധം മാത്രമേ ഇനി പുറത്തെടുക്കാനുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, വെനിസ്വലയിൽ ആക്രമണം നടത്തുമ്പോൾ ഞങ്ങൾക്ക് ലോകത്താർക്കുമില്ലാത്ത സോണിക് വെപ്പൺസുകൾ ഉണ്ട് എന്ന് പറഞ്ഞ അമേരിക്ക ഇപ്പോൾ എവിടെ പോയി? ഇറാന്റെ മുന്നിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ യാചിക്കുന്ന അമേരിക്കയും ട്രംപിനെയുമാണ് ഇപ്പോൾ ലോകം കാണുന്നത്. എന്നാൽ നോക്കൂ നിങ്ങൾ, ഇറാഖിലെ റെസിസ്റ്റന്റ് ഗ്രൂപ്പുകൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഈ റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളുടെ ആയുധങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനോ അവരുടെ ആയുധപ്പുരകളെ ആക്രമിക്കാനോ ഒരിക്കലും ഇസ്രയേലിനും അമേരിക്കക്കും കഴിയില്ല. മാത്രമല്ല, ലെബനാനിലെ ഹിസ്ബുള്ളയുടെ ആയുധം തകർക്കാൻ അവർക്ക് കഴിയില്ല. ഇസ്രായേൽ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം വെടിനിർത്തൽ പ്രഖ്യാപിച്ച അന്ന് മുതൽ പല സ്ഥലങ്ങളിലും ലെബനാനിലെ ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകൾ എന്ന പേരിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അതാ ഇസ്രയേലിലേക്ക് ശക്തമായ ആക്രമണം വരുന്നു. ഏകദേശം 130ഓളം ഇസ്രയേലിന്റെ മെർക്കോവ ടാങ്കുകളാണ് ലെബനാൻ ഹിസ്ബുള്ള തകർത്തത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ഒരു വാർത്ത നമ്മൾ പറഞ്ഞ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇതാ വരുന്നു, കതായിബ് സയ്യിദ് ഷുഹദ എന്ന് പറയപ്പെടുന്ന സംഘം ഇറാഖിൽ നിന്ന് അതാ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, കുവൈത്തിൽ നിന്ന് ഇറാനെ ആക്രമിച്ചാൽ ഇടപെടുമെന്ന് പറഞ്ഞാൽ കുവൈത്തും അതുപോലെ ഇറാഖും ബോർഡർ വളരെ ദീർഘമായ ബോർഡർ പങ്കിടുന്ന രാഷ്ട്രങ്ങളാണ്. അതുകൊണ്ട് ഈ വിഭാഗം കുവൈത്തിൽ കാര്യമായി ഇടപെടും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് വലിയ രൂപത്തിൽ അമേരിക്കക്ക് പ്രതിസന്ധി ഉണ്ടാക്കും. എന്തായിരുന്നാലും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാര്യം കടലിനും ചെകുത്താനും ഇടയിലാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കാനും കഴിയുന്നില്ല, യുദ്ധം തുടരാനും കഴിയുന്നില്ല. ഇതിൽ ഇടപെട്ട് കുടുങ്ങിയ സാഹചര്യമാണ് ട്രംപിന് മുന്നിലുള്ളത്. എന്തായിരുന്നാലും സ്വേച്ഛാധിപതികളെല്ലാം ഒരു കാലത്ത് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പാഠം ട്രംപും പഠിക്കാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യം യഥാർത്ഥത്തിൽ ധിക്കാരപരമായി ലോകരാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിനോടെല്ലാം പെരുമാറിക്കൊണ്ടിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പതനം ഇറാനിലൂടെ സംഭവിക്കുമെന്നത് ഇപ്പോൾ വസ്തുതയായി ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്.